തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾ തടയുന്നതിനുള്ള നിയമത്തെക്കുറിച്ച് സമൂഹം ഇന്നും അത്ര ബോധവാന്മാരായിട്ടില്ലെന്ന് ജില്ലാ വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ പി സുലജ. 10-ൽ കൂടുതൽ തൊഴിലാളികൾ ഉണ്ടെങ്കിൽ അവിടെ പരാതി പരിശോധിക്കാൻ ഇന്റേണൽ കമ്മിറ്റി രൂപീകരിക്കണമെന്നാണ് നിയമം. ഇത് നടപ്പാക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും സുലജ പറഞ്ഞു. കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ മാധ്യമപ്രവർത്തകർക്കായി സംഘടിപ്പിച്ച പോഷ് ആക്ടിനെക്കുറിച്ചുള്ള ക്ലാസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ. സ്ത്രീകൾക്ക് സുരക്ഷിത തൊഴിലിടം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പോഷ് ആക്ടിന് രൂപം നൽകിയത്. ലൈംഗിക പീഡനങ്ങളിൽ നിന്ന് സ്ത്രീകളെ രക്ഷിക്കുക എന്നതാണ് ഇതിന്റെ മുഖ്യ ലക്ഷ്യം. 10-ൽ കൂടുതൽ ജീവനക്കാരുള്ള തൊഴിൽ സ്ഥാപനങ്ങളിലെല്ലാം ഇന്റേണൽ കമ്മിറ്റികൾ രൂപീകരിച്ച് പോഷ് ആക്ട് നടപ്പാക്കണമെന്ന് ചട്ടമുണ്ട്. ഇത് സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ബാധകമാണ്. ഇത് കൃത്യമായി എല്ലാ സ്ഥാപനങ്ങളും പാലിക്കണമെന്ന് ജില്ലാ വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ പി സുലജ പറഞ്ഞു. ആക്ടിനെക്കുറിച്ച് കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുലജ. തൊഴിൽ സ്ഥലത്ത് സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം തടയൽ, അതിൽ തന്നെ അതിൻ്റെ പ്രതിരോധം തടയൽ മാത്രമല്ല അതിൻ്റെ പരിഹാരം ഒക്കെ കൂടിയിട്ടുള്ള ഒരു നിയമമാണിത്. നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി, അതിക്രമം ഉണ്ടായിട്ടാണ് മറ്റുള്ള നിയമങ്ങളൊക്കെ നടപ്പിലാക്കുന്നത്. പക്ഷേ ഇത് തടഞ്ഞുകൊണ്ട് പ്രോഹിബിഷൻ ആൻഡ് പ്രിവെൻഷൻ, പ്രോഹിബിഷൻ ആൻഡ് റിഡ്രസൽ ആണ് ഈ ആക്ട് ഉദ്ദേശിക്കുന്നത്. പരിഹാരമുണ്ട്, അത് 3-ാമതാണ് പറഞ്ഞിരിക്കുന്നത് നിയമത്തിൽ തന്നെ. സ്ത്രീ എന്നതുകൊണ്ട് ജൈവികമായ പ്രത്യേകതകൾ കൊണ്ട് അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ പേരിൽ ആരെങ്കിലും അത് മിസ്യൂസ് ചെയ്യാനോ അതിൽ മുതലെടുക്കാനോ നോക്കുന്നതൊക്കെ ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഇതിലൊക്കെയും ഏതൊരു സ്ഥലത്തൊരു സ്ത്രീ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് പോകുന്ന സ്ഥലത്തേക്കും അവർ സഞ്ചരിക്കുന്ന വണ്ടിയിലാവട്ടെ, അവർ ഒഫീഷ്യലായിട്ട് കൊടുത്തിരിക്കുന്ന താമസ സ്ഥലത്താവട്ടെ, അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് വരെ നിയമത്തിന്റെ ആനുകൂല്യം എത്തിച്ചേരുന്ന വിധത്തിലാണ് ഇന്റേണൽ കമ്മിറ്റികൾ രൂപീകരിക്കപ്പെടേണ്ടതുള്ളത്. അഡ്വക്കേറ്റ് പി.ഒ. രാധാകൃഷ്ണൻ ആക്ടിനെക്കുറിച്ച് ക്ലാസ് എടുത്തു. പുരുഷാധിപത്യ മനോഭാവം മാറാതെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മാറ്റം ഉണ്ടാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ആക്ട് വന്ന് 11 വർഷമായിട്ടും 35% സ്ഥാപനങ്ങളിൽ മാത്രമാണ് ഇന്റേണൽ കമ്മിറ്റികൾ ഉള്ളത്. സ്ഥാപനങ്ങളിൽ കമ്മിറ്റികൾ ഒരു പകുതിയിൽ കൂടുതലെങ്കിലും വരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന സ്ഥിതിയുണ്ട്. ഇതിന്റെ ഒക്കെ ഒരു അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ, പാർട്ടിയായിട്ടുള്ള ആണധികാര സ്വഭാവമുള്ള പുരുഷ മേധാവിത്വമുള്ള ഒരു സമൂഹമാണ് ഇന്ത്യൻ സമൂഹം എന്നതാണ്. ആ കോൺസെപ്റ്റ് മാറാതെ അഥവാ അതിനെ മാറ്റാതെ ഈ പറയുന്ന എത്രയൊക്കെ നിയമങ്ങൾ ഉണ്ടാക്കിയാൽ സ്ത്രീ രക്ഷപ്പെടും എന്നുള്ള അഭിപ്രായം എനിക്കില്ല. ആ പെൺകുട്ടി മോളിൽ പാട്ട് പാടിയാൽ നീ പെൺകുട്ടിയാണ്, ഉയരത്തിലൊന്ന് കയറിയിരുന്നാൽ പെൺകുട്ടിയാണ്, ഒന്ന് കാലാട്ടിയാൽ പെൺകുട്ടിയാണ്, 5 മിനിറ്റ് നേരം ചെയ്യാൽ പെൺകുട്ടി. എന്തിനാണ് ഇങ്ങനെ പെൺകുട്ടിയാണ് 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 നമ്മളിങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്? ഈ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കലാണ് നേരത്തെ ഞാൻ പറഞ്ഞ പുരുഷ മേധാവിത്വ സമൂഹത്തിന്റെ ഒരു ഐഡന്റിറ്റി. ഇന്റേണൽ കമ്മിറ്റിക്ക് സിവിൽ കോടതിയുടേതിന് സമാനമായ അധികാരങ്ങളുണ്ട്. അതേസമയം തെറ്റായ പരാതികൾ ഉന്നയിച്ചാൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കാനും നിയമത്തിൽ വകുപ്പുകളുണ്ടെന്നും അഡ്വക്കേറ്റ് പി.ഒ. രാധാകൃഷ്ണൻ വ്യക്തമാക്കി. ചടങ്ങിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. KUWJ എക്സിക്യൂട്ടീവ് അംഗം സബീന പത്മൻ, സംസ്ഥാന കമ്മിറ്റി അംഗം ജസ്ന ജയരാജ്, CDPO M രജനി, ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആര്യ സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.